ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റർ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പള്ളിയിൽ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി പള്ളിയിൽ പോയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നേക്കണതാണ്. ഇതാണ് നമ്മുടെ പള്ളിയിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ സംശയം. നിങ്ങളുടെ വീട്ടിൽ എന്താ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഗൈസ്, നമ്മൾ പള്ളിയിൽ വന്നേക്കാണ്. ഇനി കുർബാന കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ കുർബാന കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകണേണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഈസ്റ്ററിനുള്ളതൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ല ഇതുവരെ. സാധാരണ എല്ലാവരും ശനിയാഴ്ച തന്നെ എല്ലാം മേടിച്ച് വെക്കുന്നത്, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. ഈസ്റ്ററിനാണ് എല്ലാം മേടിക്കുന്നത്. ഇന്നിപ്പോൾ പോയി എല്ലാം മേടിക്കണം. ഞാനായിരിക്കും പോണത്. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. കറിക്ക് ഞാൻ വെജിറ്റബിളും ചിക്കനും കൂടെ കുറുമ പോലെ വെക്കാമെന്ന് വിചാരിച്ച് വെജിറ്റബിൾ വേവിച്ച് വെച്ച് ചിക്കൻ എടുക്കും. നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും ചിക്കൻ മേടിക്കണം. ഇപ്പോഴും ഇവിടെ തന്നെ എത്തിക്കണം. അടുത്തോ 122 രൂപയുണ്ട കിലോയ്ക്ക്. അതുകൊണ്ട് നമ്മൾ 2 കിലോ ആണ് പറഞ്ഞേക്കണം. ഇവിടെ നിന്നാണ് എപ്പോഴും ഞങ്ങൾ ചിക്കൻ മേടിക്കണം. നല്ല കടയാണ്. ചിക്കനും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും വെളിച്ചെണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ട്. രാവിലെ ഇടിയപ്പവും ചിക്കൻ ഇഷ്ടമാണെന്നാണ് തോന്നണത്. അതാ അമ്മ പറഞ്ഞത്. ഉച്ചക്കായിരിക്കും ബിരിയാണി. അപ്പോൾ ബിരിയാണിക്കുള്ളതും കൂടി ഇനി മേടിക്കാനുണ്ട്. അരിയൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി മേടിച്ചിട്ട് രാവിലത്തെ ഇടിയപ്പവും ചിക്കനും കഴിക്കണം നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കണം കാണിച്ചു തരാം ഗൈസ്. ഇടിയപ്പവും ഇഷ്ടവും കൊള്ളാം. എന്ത് തിരക്കാന്നല്ലേ ആയിരത്തിക്കള്. ഇന്ന് കുറവാ. ഇന്നലെ ഈ നാട്ടുകാർ മൊത്തം ലോഡ് വെള്ളിയാഴ്ച മുതൽ തുടങ്ങി. ഇന്ന് മേടിക്കുന്ന ആരാന്നറിയാവോ? ഹിന്ദിക്കാരും തമിഴന്മാര് അങ്ങനെയൊക്കെ ഉള്ളവരെ ഇന്ന് മേടിക്കും. പ്രമാണികളും നാടൻ പ്രമാണികളൊക്കെ വെള്ളിയാഴ്ച മേടിച്ചിറക്കി വെച്ചു. എല്ലാവരും പറഞ്ഞല്ല ശനിയാഴ്ചയാണ് ഉണ്ടാക്കണേന്ന്. ഞായറാഴ്ച ആരും ഒന്നും ഉണ്ടാക്കൂല ഗൈസ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി അടുത്തത് ബിരിയാണി ഉണ്ടാക്കാണ് ഗൈസ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതില് വെളുത്തുള്ളി ആ പേസ്റ്റ് ഒക്കെ ഇട്ട് അരച്ച് ഇതാക്കിയേക്കാൻ. വെളുത്തുള്ളി, ഇഞ്ചി, സവാള അരച്ചു. എന്നിട്ട് ഇച്ചിരി പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒരു സവാള അരിഞ്ഞ് അതെല്ലാം കൂടെ വഴറ്റിയിട്ട് അത് വഴന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ അരച്ച വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് നല്ല പോലെ വഴറ്റും. നല്ല മാറട്ടെ കേട്ടോ പച്ചമുളക്. അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം. പച്ച സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞു
മുരിങ്ങയില എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് അത് നല്ലപോലെ ഒന്ന് ആക്കി അരച്ചിട്ടുണ്ട്. അതിൻ്റെ പുതിനയില മല്ലിയിലയും ചേർത്ത് നമ്മൾ മസാലകളൊക്കെ ഇടുന്നത്. ഇവിടെ ബിരിയാണി മസാലയാണ് നമ്മൾ ഞാനിത് നമ്മൾ അരിയിൽ ഇനി മഞ്ഞയാണ് നമ്മൾ ഉപ്പിടും. ചിക്കൻ നമ്മൾ ഗൈസ് അരിയും ഇട്ട് വെള്ളവും ഇട്ട് ചിക്കനും ഇട്ടിട്ടാ ഇനി ഉപ്പിടണം. അരിക്കുള്ള ഉപ്പാട്ടോ. മറ്റേത് അതും കൂടെ ക്ലീൻ ചെയ്യും. മൂടി വെച്ച് എത്ര നേരമായി? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. സെറ്റായി. ഇച്ചിരി എണ്ണ ഒഴിക്കണം, അപ്പൊ അരി വിട്ടു വിട്ട് വരും. ഡാളുടെ ഒക്കെ നമ്മൾ ഇന്നത്തെ ഈസ്റ്ററിൻ്റെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ബിരിയാണിയായിരുന്നു കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, ഞങ്ങളെല്ലാം കൂടി കഴിച്ചതിനിടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല ബിരിയാണിയായിരുന്നു. അങ്ങനെ ആ ഈസ്റ്ററും കഴിഞ്ഞ് ഇനി അടുത്ത ഈസ്റ്റർ. പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതേപോലെ ഫുഡ് റിലേറ്റഡ് വീഡിയോസും ട്രാവൽ വീഡിയോസും ഒക്കെ നിറയെ വന്നിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ഷാൻസ് കോർമി.